അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികള്, നീ ഭയക്കുന്ന വിഷയങ്ങള്, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകള്, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങള്, നിന്റെ ജോലിപ്പാടുകള്, ശുശ്രൂഷ ഇടങ്ങള് കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിന്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ. ദൈവവേദന, മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകള്, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ദൈവം ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട്
രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്വരസ് നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയണത് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, അതായത് പ്രാവീണ്യം, നൈപുണ്യം എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ അകത്തൊരു ഞാൻ അനുതാപത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത്. ഇന്ന് പറയാൻ പോണത് ഇതിൻ്റെ പ്രൊഫഷണലിസമാണ്. പക്ഷെ എന്ന് പറയുമ്പോൾ മിടുക്ക്, കാര്യക്ഷമത എന്നൊക്കെ പറയും. ഉടമ്പടി മിടുക്കോട് ചെയ്യുന്നതും മിടുക്കുള്ള ഉടമ്പടി ജീവിതം, കാര്യക്ഷമമുള്ള ഉടമ്പടി ജീവിതം. അതെന്താണ്? ആദ്യം നമ്മൾ ചെയ്തത് അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതാണ് എൻ്റെ എക്സ്പെർട്ടൈസേഷൻ. പ്രൊഫഷണലിസം പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുകയാണ് അതിൻ്റെ അകത്ത് പ്രൊഫഷനായിട്ടുള്ളത്. അത് ബൈബിളിൻ്റെ ഡൈനാമിക്സ് പ്രിൻസിപ്പിളാണ്. എന്താണ് ഈശോ പറഞ്ഞില്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ പോലും ഉടമ്പടിയാണ് പ്രോബലാണുള്ളത്. എന്താണ്? നീയും പോയി അതുപോലെ ചെയ്യുക. അതല്ലേ ലൂക്ക 10:37. യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക. അതാണ് വിഷയം. ഓക്കെ, ഇതിന്റെ പ്രൊഫഷണലിസം ഇരിക്കണതാണ്. നീയും പോയി അതുപോലെ ചെല്ലുക എന്നല്ല. എന്താ വേണ്ടത്? നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി പോരും. അനുദിന ജീവിതമാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? അവൻ പറയണ പോലെ ചെയ്യുക, ചെയ്തോളാമെന്നാണ് നമ്മൾ ഉടമ്പടി എടുക്കണത്. ഇനി അത് അനുദിന ജീവിതം. വീഞ്ഞില്ല, വീടില്ല, ജോലിയില്ല, വിവാഹം നടക്കണില്ല, മക്കളില്ല എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതം. നിത്യജീവിതം എന്താ? ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നിന്നെ എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോൾ നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കുക. അപ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരൻ? നാം ചെയ്യും. അപ്പോൾ പറയും, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അവസാനം ഈശോ പറയും, ഇതിൽ ആരാണ് അയൽക്കാരൻ? അപ്പോൾ പറയും, ആ സമരക്കാരനല്ലേ ആ രക്തവഗ്രഹ മരണവേദന അനുഭവിച്ച മനുഷ്യൻ സത്യത്തെ കൊണ്ടുപോയത്, അപ്പം അവരാണ് അയൽക്കാരൻ. അപ്പോൾ ഈശോ പറയും, നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ്. അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ഇതിൻ്റെ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെല്ലുകയല്ല, ചെയ്യുകയാണ്. ആര് കൃത്യമായിട്ട് വചനാധിഷ്ഠിതമായിട്ട് ചെയ്യുന്നുവോ അതിനാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മിടുക്ക് വരണം. അവനാണ് മിടുക്ക് വരണത്. അതിലാണ് അതിൻ്റെ അകത്ത് വരുന്ന ഉടമ്പടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നത്. എൻ്റെ പേര് ആതിര. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ട കുട്ടിയാണ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് കാനഡയിലാണ്. എൻ്റെ ഹസ്ബൻഡ് 7 വർഷമായിട്ട് കാനഡയിലാണ്. ഞാൻ ലേറ്റസ്റ്റായിട്ട് മാരേജ് ചെയ്തതാണ്. അപ്പം എനിക്ക് അവിടുത്തെ എംഗ്ലെക്സാറിന് എല്ലാവർക്കും അറിയാമായിരിക്കും, നേഴ്സുമാർക്ക്. അവിടെ നേഴ്സുമാരുടെ ഒരു ലൈസൻസ് എക്സാമിനേഷനാണ് എംഗ്ലെക്സാറിന് എന്ന് പറയുന്നത്. അതെനിക്ക് പാസ്സാവണം എന്നുണ്ടായിരുന്നു. ഞാനൊരു ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്. അതിനുവേണ്ടിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ജൂൺ 23 ഏപ്രിൽ 3 തൊട്ട് ഞാൻ കോച്ചിങ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു എംഗ്ലെക്സാരൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ചേർന്നു. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, എഴുതാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല, ഡിപ്രഷനാണ്, രാത്രിയിൽ ഉറക്കമില്ല, പേടിച്ചെഴുന്നേറ്റെന്ന് കരയുന്നു. ഇതൊക്കെയായിരുന്നു എനിക്ക്. പക്ഷേ എന്ന് ഞാൻ ഉടമ്പടി എടുത്തോ അന്ന് തൊട്ട് എനിക്കൊരു കോൺഫിഡൻസ് വന്നുപോയി. നിന്നെക്കൊണ്ട് സാധിക്കും. എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, നിന്നെക്കൊണ്ട് സാധിക്കും, നീ തോറ്റാലും നിന്നെ ഞാൻ ജയിപ്പിക്കും എന്നൊരു ഉറപ്പ് എനിക്കും പ്രാർത്ഥനയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാർത്ഥന പോലും മുടക്കിയിട്ടില്ല. രാവിലെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ലായിരുന്നു. എൻ്റെ ഒരു കുട്ടിയോട് ചോദിച്ച് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. മുട്ടയിൽ നിന്നാണ് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. കണക്കൊന്ന ചൊല്ലാൻ അറിയില്ലായിരുന്നു, കണക്കൊന്ന ചൊല്ലാൻ പഠിച്ചു. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു സമയത്ത് അമ്മ മാതാവ് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നു. ഞാൻ പഠിക്കാൻ തുടങ്ങി, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി നല്ല കെയർഫുള്ളായിട്ട്. എൻ്റെ കരച്ചിൽ മാറി, എനിക്കൊരു പ്രതീക്ഷ തോന്നി. അങ്ങനെ ഞാൻ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ഡിസംബറിൽ എഴുതാനിരുന്നതാണ് ഒരു കോൺഫിഡൻസും. അന്ന് ഞാൻ എൻ്റെ മെറിറ്റിനെ ആശ്രയിച്ചു. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഗ്രേസ് ആഗ്രഹിച്ച് ഞാൻ ഒക്ടോബറിൽ ഡേറ്റ് എടുത്തു. അപ്പം എല്ലാവർക്കും അറിയാം, ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് ATT എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പം ATT എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ എംഗ്ലെക്സാറിന് ഡേറ്റ് എടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഡേറ്റ് എടുക്കാൻ പോവാണ്, ATT എടുക്കുവാണ്. എൻ്റെ ഹസ്ബൻഡ് ത്രൂ കാനഡ വഴിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ATT എടുക്കുന്നതിന് അന്ന് ഹസ്ബൻഡ് എന്നെ ATT എടുത്തു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് ഇനി ഡേറ്റ് എടുക്കണം,
അന്ന് രാത്രി ATT എടുത്ത അന്ന് രാത്രി ഞാൻ അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു ATT എടുത്ത് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മെയിൽ വരും. ആ മെയിൽ വന്നു കഴിയുമ്പോഴേ നമുക്ക് ഡേറ്റ് എടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന്. അപ്പം ശരി, ഞാൻ അന്ന് രാത്രി മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഡേറ്റ് എടുക്കാൻ പോവാം, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് എൻ്റെ മെറിറ്റ് കാണണ്ട, നിൻ്റെ കൃപ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, നീ വന്നില്ലെങ്കിൽ ഞാൻ തോക്കും, നീ എനിക്ക് എഴുതി തരുന്ന എക്സാം ആണെങ്കിൽ മാത്രമേ എന്നെ പാസ്സാക്കാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതണ്ട, അങ്ങനെ ക്യാഷ് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ രണ്ടാമത് എഴുതിക്കോളാം, നീ വന്ന് എഴുതി തരുമെങ്കിൽ മാത്രമേ ഞാൻ എക്സാം എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ATT എടുത്തു. 15 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ മെയിൽ ഞാൻ രാവിലെ എണീറ്റ് ചുമ്മാ ഞാൻ ഫോണാക്കി നെറ്റ് ഓൺ ആക്കിയപ്പോൾ എൻ്റെ ഫോണിൽ മെയിൽ വന്നേക്കുവാണ്, നിനക്ക് എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാനുള്ള കൺഫർമേഷൻ മെയിൽ. അതുപോലെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അങ്ങനെ ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുക്കാൻ വേണ്ടി ഭയങ്കര കൺഫ്യൂഷനാണ്, ഏത് ഡേറ്റ് എടുക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പം ഒരു ദിവസം അച്ഛൻ്റെ യൂട്യൂബ് ചാനലിലെ പോസ്റ്റിൽ കൃപാസനത്തിലെ അഖണ്ഡ ജപമാലയുടെ ഒക്ടോബർ 26 എന്നുള്ള ഡേറ്റ് കണ്ടു. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ ശരി അഖണ്ഡ ജപമാലയല്ലേ, മാതാവ് അത്രങ്ക വരെ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ, ഞാൻ ചെന്നൈക്ക് എഴുതാനാണ് വിചാരിച്ചത്, ചെന്നൈ വരെ വന്ന് എൻ്റെ കൂടെ പറഞ്ഞു തരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 26 എന്നുള്ള ഡേറ്റ് എടുക്കാൻ വേണ്ടി ഹസ്ബൻഡിനോട് പറഞ്ഞു. പക്ഷേ ഡേറ്റ് എനിക്ക് 26 കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ എപ്പോഴും മാതാവിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. അപ്പം അവളും ഭയങ്കര വിശ്വാസിയാണ്. ഒരു ദിവസം അവൾ എന്നെ ഈ ഡേറ്റ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് 28 എന്നൊരു ഡേറ്റ് കാണിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ കാര്യമല്ല വേറെ ആരുടെയോ കാര്യമാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു നീ 28 ആ ഡേറ്റ് എടുക്കുന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഞാൻ 26 അല്ലേ ഡേറ്റ് മനസ്സിൽ കരുതിയേക്കുന്നത്, ഞാൻ അന്നേ ഡേറ്റ് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡേറ്റിൻ്റെ സ്ലോട്ട് കാണിച്ചു. ഞാനിപ്പം ഡേറ്റ് നോക്കിയപ്പം 26 എന്നുള്ള ഡേറ്റേ ഇല്ല, 28, 29, 30, 31. അപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. മാതാവിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഏത് ഡേറ്റ് എടുക്കും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓർത്തു 28 ഡേറ്റ് എടുക്കാം. പക്ഷെ ഞാൻ അവൾ പറയുന്ന കാര്യമൊന്നും അപ്പം ചിന്തിച്ചിട്ടേ ഇല്ല, ഓർത്ത് പോലും ഇല്ല. എന്നാൽ 29 എന്നിട്ട് റിസൾട്ട് വരട്ടെ, അന്നൊരു ചൊവ്വാഴ്ചയാണല്ലോ, ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് എന്നാൽ റിസൾട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 28 ഡേറ്റ് എടുത്തു. ഞാൻ ഹസ്ബൻഡിനോട് കൺഫർമേഷൻ പറഞ്ഞു, ഹസ്ബൻഡ് ഡേറ്റ് എടുത്തു വന്നു. അപ്പം ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, എടി ഞാൻ 28 ഡേറ്റ് ചെയ്തത്. അപ്പോൾ അവൾ എന്നോട് പറയും, എടി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ 28-ാം തീയതി ഡേറ്റ് എടുക്കാൻ പോകുന്നത്, എൻ്റെ മനസ്സിൽ 28 ഡേറ്റ് കാണിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അമ്മേനെയും കൂട്ടി 25-ാം തീയതി ഞാൻ പോവാണ്, ട്രെയിനിലാണ് പോകുന്നത്. പോകുന്ന സമയത്തെല്ലാം ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവേ നീ എൻ്റെ കൂടെ വന്ന് എനിക്ക് എഴുതി തരണം, നീ എഴുതി തന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഫെയിലാകും, നീ എനിക്ക് എഴുതി തന്നെങ്കിൽ മാത്രമേ ഞാൻ ആ എക്സാം എഴുതത്തുള്ളൂ, ഇല്ലെങ്കിൽ നിനക്ക് എന്നെ ഇപ്പം തിരിച്ചു വിടാം. ഞാൻ ട്രെയിനിൽ കയറിയപ്പോഴും എക്സാം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും എല്ലാം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മയുടെ ഉപ്പ് എൻ്റെ പാസ്പോർട്ടിൻ്റെ അകത്ത് എഴുതി, ഉപ്പുമായി അവിടെ ഓരോ പ്രോസസ്സിങ് ചെയ്യുമ്പോഴും എൻ്റെ മാതാവേ നീ എൻ്റെ കൂടെ വരണം, നീ എഴുതി അപ്പോൾ കയറുന്ന തൊട്ട് മുമ്പോഴും ഞാൻ പറഞ്ഞു, മാതാവേ നീ വന്ന് എഴുതി തരുമെങ്കിലേ എഴുതാവുള്ളൂ, നിൻ്റെ കൃപ എനിക്ക് അവിടെ കാണണ്ടേ, എൻ്റെ മെറിറ്റ് അല്ല, നീ എനിക്ക് എഴുതി തന്നാൽ മാത്രം എനിക്ക് എഴുതിപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഈ സെക്കൻഡ് തിരിച്ച് ഞാൻ വീട്ടിൽ പൊക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സെക്കൻഡ് ടൈം എഴുതിക്കോളാം, നീ വന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കയറി, സിസ്റ്റർ കയറി ഇരുന്നപ്പോൾ തൊട്ട് എനിക്കറിയത്തില്ല, 52-ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഓർഡർ വൈസാണ്. അപ്പം ഒരു പരിധി ഒരു ജയിച്ചു കഴിയുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ കയറിയിരുന്നു, എനിക്ക് ഓൾറെഡി ഷോർട്ട് സൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതാണ്, ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് കയറി. 52-ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഞാൻ വായിച്ചിട്ടൊക്കെ എഴുതി, പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല അത് ശരിയാവുന്നൊന്നും. കാശുരൂപം മുറുക്കെ കൈ പിടിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരുന്നു, സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. പക്ഷേ 52 കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയായി, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, സിസ്റ്റത്തെ നോക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നം. ഞാൻ മാതാവിനോട്, മാതാവ് എന്താ ഇങ്ങനെ, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ശരി തോക്കുവാണെങ്കിൽ തോക്കട്ടെ, നിനക്ക് എന്താണോ ആഗ്രഹം അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ എല്ലാവർക്കും അറിയാം, നമ്മൾ മറ്റേ ABCD ഒക്കെ അറിയുന്ന പോലെ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ABCD എന്ന് ക്ലിക്ക് ചെയ്താൽ മറ്റേ ക്വസ്റ്റിൻ്റെ ആൻസർ BCD എന്ന് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ഞാൻ അറ്റൻഡ് ചെയ്തു. കേസ് സ്റ്റഡി ഒക്കെയാണ്, കേസ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാൽ പാരഗ്രാഫ് പോലെയാണ്, ഒന്നുപോലും ഞാൻ വായിച്ചിട്ടില്ല, ചുമ്മാ അറ്റൻഡ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നു. 42-ാമത്തെ ക്വസ്റ്റ്യൻ ആയപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ആയി. അപ്പോൾ ഞാൻ ഓർത്ത് സിസ്റ്റം കേടായി പോയതാണ്, കാരണം ഞാൻ ജയിക്കുമെന്നൊരു പ്രതീക്ഷയില്ല. അപ്പം സിസ്റ്റം ക്ലോസ് ആയപ്പം പിന്നെ പറഞ്ഞു, യുവർ എക്സാറിന് എക്സാമിനേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു. ശരി ഞാൻ എണീറ്റ് പോന്നു. അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടാണ്, ഞാൻ തോറ്റു, എനിക്കറിയാം ഞാൻ തോറ്റു, പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ആരോ പറയാണ്, നീ തോക്കും പക്ഷെ നിന്നെ ഞാൻ ജയിപ്പിക്കും. അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴും ഞാനൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നൊരു തോന്നലായിരുന്നു. പക്ഷേ അന്ന് വൈകിട്ട് 6:30 എൻ്റെ റിസൾട്ട് വന്നു. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായെന്ന്, പക്ഷേ എൻ്റെ റിസൾട്ടിൽ അതിരാ
കൺഗ്രാറ്റുലേഷൻ, യുവർ പാസ് യുവർ എക്സാമിനേഷൻ എന്ന് കാണിച്ചു. എനിക്ക് ശരിക്കും അത്ഭുതമാണോ, ഞാൻ അതിലൊന്നും എഴുതിയിട്ടില്ല, ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാം പഠിച്ചെഴുതിയവർക്ക് പോലും എക്സാം പാടാണ്. ഞാൻ പഠിച്ചില്ല, പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ കൂടുതലും പ്രാർത്ഥനയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. കിട്ടുന്ന സമയത്ത്, അതായത് പ്രാർത്ഥനയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാക്കി 2 മണിക്കൂറിൽ 1 മണിക്കൂറാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല. മാതാവിൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എക്സാം പോയി എഴുതി, ഞാൻ പാസ്സായി. എനിക്കതിനുള്ള ഒരു കഴിവുമില്ലാന്ന് എനിക്കറിയാം. ഇത്രയേറെ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. അതിൽ എൻ്റെ മാതാവ് എന്നെ സഹായിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി PR ഉള്ള ആളാണ്. എൻ്റെ വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ PR ഒക്കെ അറിയാമല്ലോ, എല്ലാവർക്കും ഒരു 8 തൊട്ട് 12 മാസം എടുക്കുന്ന PR ആണ്. ഞാൻ ഉടമ്പടി കയറിയപ്പം അതുവരെ അനങ്ങാതെ ഇരുന്നാണ് എൻ്റെ പ്രോസസ്സൊക്കെ. ഉടമ്പടി എന്ന് ഞാൻ എടുത്തോ അന്ന് എൻ്റെ പ്രോസസ്സിങ് ഞാൻ ഏപ്രിൽ അറ്റൻഡ് ചെയ്തു. ജൂലൈ ഒരു ലാസ്റ്റ് 28, 27 ഒക്കെ ആയപ്പോൾ എൻ്റെ PR അടക്കം എല്ലാം എൻ്റെ കൈ കിട്ടി. എനിക്കൊരു കുഴപ്പമില്ല. ഈ മാർച്ചിൽ ഇപ്പം തണുപ്പാണല്ലോ, അപ്പം മാർച്ചിലേക്ക് തണുപ്പൊക്കെ കുറഞ്ഞിട്ട് ശേഷം മാർച്ചിലേക്ക് ഞാൻ ടിക്കറ്റ് എടുക്കുവാണ്. ഞാൻ പോവുകയാണ് അവിടെ എക്സാമിനൊക്കെ ആയിട്ട് അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കാൻ. അവിടെ ചെല്ലുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം മാക്സിമം എൻ്റെ അമ്മ മാതാവിനെ പറ്റി പറയാൻ ഞാൻ ശ്രമിക്കും. ഞാൻ പറയും. കാരണം എനിക്കൊട്ടും പ്രതീക്ഷിക്കാത്ത എനിക്കൊരു വലിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മ എനിക്ക് തന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു ഇതാണെന്ന് പറയുന്നത്, അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ ഇവിടെ വന്ന് ഒരു ദിവസം തിരി മേടിക്കാൻ വന്നു. ഒരു 20/8/2024 ഞാൻ തിരുമടിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ അന്ന് വൈകിട്ട് വീട്ടിൽ ടൈലയിൽ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളത്തിൽ തന്നെ വീണു. പക്ഷെ അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മയ്ക്ക്. അമ്മ ഓടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ അമ്മ ഛർദ്ദിച്ചു. അമ്മയ്ക്ക് ഭയങ്കര തലവേദന. ആശേഷം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പേടിക്കും അല്ലേ, തലവേദന, ഛർദി. അപ്പം ശരിക്കും ഞാൻ പേടിച്ചു. പക്ഷെ ഞാനൊന്നും വേറൊന്നും ഞാൻ വിക്സോ വേറെ ഒന്നും ഞാൻ തേച്ചില്ല. പെട്ടെന്ന് വിശ്വാസപ്രമാണം എഴുതി ഞാൻ അമ്മയുടെ തൈലം എടുത്ത് പൂശി പ്രാർത്ഥിച്ചു. ആ രാത്രി തന്നെ ഞാൻ ജപമാല ചൊല്ലി. ആ രാത്രി തന്നെ ഞാൻ ബൈബിൾ വായിച്ചു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അവിടെ മുഖത്തെല്ലാം നീര്. ഞാൻ ശരിക്കും പേടിച്ചു. അപ്പം തന്നെ ഞങ്ങൾ വണ്ടി പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പോകുന്ന വഴിക്ക് മുഴുവൻ ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്കറിയാം, എനിക്ക് അപ്പോഴും പേടിയായി. പോകുന്ന വഴിക്ക് ഞാൻ പത്രം എടുത്തോണ്ട്, അന്ന് ഞാൻ പത്രം കൂടെ മേടിച്ചിട്ടാണ് പോയത്. പത്രം എടുത്തു, കാശുരൂപവും എല്ലാം ആയിട്ട്, തൈലവും എല്ലാം ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ BP ഒക്കെ 200 മേലെ. ശരിക്കും ഞാൻ പേടിച്ചു. ഡോക്ടർ സഡനായിട്ട് CT പറഞ്ഞു. ശരിക്കും പേടിച്ചു. ആ CT റിപ്പോർട്ട് ഞാൻ വായിച്ചു പോലും നോക്കിയില്ല. CT റിപ്പോർട്ട് എൻ്റെ കൈ കിട്ടി എനിക്ക് വിറയ്ക്കുമായിരുന്നു. പക്ഷെ എന്നാലും എനിക്കൊരു പ്രതീക്ഷ വിട്ടില്ല ഞാൻ. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് വരുന്നൊരു ചേച്ചി ഭയങ്കര കരച്ചിലാണ്. ചേച്ചിയുടെ അച്ഛനെന്തോ എണീക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര. ഞാൻ പെട്ടെന്ന് വേറെ ഒന്നും നോക്കിയില്ല, എൻ്റെ കയ്യിൽ പത്രം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് കൊണ്ട് ചേച്ചിയുടെ പത്രം കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഇത് കൃപാസനത്തിൽ ആലപ്പുഴയിലൊരു പള്ളിയാണ്, കൃപാസനമാണ്, ചേച്ചി പ്രാർത്ഥിച്ചാൽ മതി, അമ്മ വന്ന് ചേച്ചിയുടെ എല്ലാ കാര്യവും നടത്തി തരും എന്ന് പറഞ്ഞ് ഞാൻ പത്രം കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു CT റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണാൻ അവിടെ ക്യൂ നിൽക്കണമായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു. അതിന് എനിക്കൊരു മടിയില്ലായിരുന്നു. പത്രം പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ അമ്മ മാതാവിനെ പറ്റി പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഞാൻ കൂടുതൽ പറയുമായിരുന്നു ഇരുന്ന്. എല്ലാവരോടും അവിടെ നിൽക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ അപ്പം റിസൾട്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, തലയ്ക്കൊരു ഫ്രാക്ചറോ ഒരു സ്കള്ളിലൊരു പൊട്ടലോ അകത്തൊരു ഇൻറ്റേർണൽ ബ്ലീഡിങ് പോലും ഇല്ല. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി. കാരണം മുഖത്ത് നീര്, ഛർദ്ദിച്ചു, തലവേദന, ഇത്രയും സിംറ്റംസ് കാണിച്ചിട്ട് ഹെഡ് ഇഞ്ചുറിയുടെ ഒരു പോറൽ പോലും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മ വിശ്വാസത്തിലേക്ക് വരണമെന്നുള്ളത്, ഉടമ്പടി എടുക്കണമെന്നുള്ളത്. അപ്പം ഞാൻ 24-ാം തീയതി ഇവിടെ പുതുക്കാൻ വേണ്ടി വന്നു, സെപ്റ്റംബറിൽ. അപ്പോൾ പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഒരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കുന്ന ക്യൂ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്ന ക്യൂ നിൽക്കുക. അപ്പോൾ ഞാൻ ഓർത്താ ഇതിൽ കൂടുതൽ എനിക്ക് എന്താ അടയാളം വേണ്ടേ. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അമ്മ മാതാവിനെ എടുക്കണമെന്ന്. അപ്പം 2ാമത്തെ ഉടമ്പടിയിൽ അറിയാം 13ാമത്തെ കൗണ്ടറിൽ എല്ലാവർക്കും എടുക്കുന്ന ഉടമ്പടി പുതുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാവരും അമ്മ മാതാവിനെ എടുക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല, പക്ഷേ ആഗ്രഹമുണ്ട് മാതാവേ, പക്ഷേ വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് യോഗ്യതയില്ലല്ലോ. പക്ഷേ എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിലാണ് എനിക്ക് അന്ന് മാതാവിനെ എഴുന്നള്ളിക്കാൻ കിട്ടി. ഞാൻ ആ മാതാവിൻ്റെ രൂപത്തിൽ എത്ര ഉമ്മ കൊടുത്തെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് ഞാൻ ഉമ്മ കൊടുത്തോണ്ടാണ് ഇതുവഴി നടന്നു പോയത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എക്സാറിനും എൻ്റെ കൂടെ എൻ്റെ മാതാവുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിയോഗം എൻ്റെ അമ്മ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുമ്പ് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അനിയന് ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുതുക്കാൻ വേണ്ടി വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് എൻ്റെ അമ്മയുടെ
ഒരു ദിവസം മുമ്പ്, അതായത് ഒട്ടുനോയമ്പിൻ്റെ അന്ന് തീരുന്നതിൻ്റെ അന്ന് എൻ്റെ അനിയന് ജോലി കിട്ടി. അവൻ വിളിച്ചു പറഞ്ഞു എന്നെ, എനിക്ക് ജോലി കിട്ടി. ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുമായിരുന്നു, മണർകാട് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, എടി എനിക്ക് ജോലി കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ചതിന് 2 ദിവസം മുമ്പ് എൻ്റെ ആഗ്രഹം സാധിച്ചുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് ഷീറ്റിട്ടാണ്. അപ്പം കാറ്റത്ത് ഈ ഷീറ്റിലേക്ക് മരം വീണ് ഷീറ്റ് മുഴുവൻ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു, എങ്ങനെയെങ്കിലും നല്ല, കാരണം സാമ്പത്തികമായിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് എങ്ങനെയെങ്കിലും നടത്തണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. എങ്ങനെയാണെന്ന് അറിയത്തില്ല, അമ്മയുടെ കൃപ കൊണ്ട് ഷീറ്റിടാൻ സാധിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസം ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ, ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് അറിയാം, അവിടെ ഫാമിലി ശരിക്കും ഒരു അമ്പലത്തിൽ പോയി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയിലേക്കാണ് ഞാൻ പോയത്. അത്രയും അവരെ എല്ലാം എതിർത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എൻ്റെ ദൈവമേ, അവിടെയൊക്കെ മുന്നിൽ എൻ്റെ മാതാവ് ഈശോയും തോക്കരുതെന്ന് ഓർത്തായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ മുന്നിൽ എൻ്റെ മാതാവ് എന്നെ ഉയർത്തി. എൻ്റെ ഹസ്ബൻഡിന് എംഗ്ലക് സാറും ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നോട് പറയും, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചുകൂടെ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ അന്നേരം ഞാൻ പറയുമായിരുന്നു, എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചാൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പൊരുതു എന്നുള്ളത്. എല്ലാ സഹനങ്ങൾക്കും ഒടുവിൽ നമുക്കൊരു ഉയർപ്പുണ്ടെന്ന് ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസം വരുന്നു, എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ എനിക്ക് ആ ഒരു കുടുംബത്തെ എല്ലാവരെയും എൻ്റെ അമ്മ മാതാവിനെ അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹസ്ബൻഡിലൂടെ, ബാക്കി എൻ്റെ അവിടുത്തെ അച്ഛൻ അമ്മ എല്ലാവരിലൂടെയും എനിക്ക് അമ്മ മാതാവിനെ അറിയിക്കാൻ സാധിക്കണം. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഉപവാസം എടുത്തിട്ടാണ് പോകുന്നത്, ഫുഡൊന്നും കഴിക്കത്തില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുഡ്, രാവിലെ പത്രം കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലോടൊക്കെ പത്രം കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്നവരോടൊക്കെ ബസ്സിലിരുന്നാൽ പോലും ഞാൻ ചുമ്മാ ഇരിക്കുന്ന അടുത്ത ആൾക്കാരോട് മിണ്ടിയിട്ട് ഞാൻ ചേച്ചി കൃപാസനത്തിൽ പോകണം കേട്ടോ, എനിക്കിങ്ങനെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നെല്ലാം ഞാൻ പറയും. എൻ്റെ അടുത്ത് ആരിരുന്നാലും ഞാനത് പറഞ്ഞു കൊടുക്കാമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോട് എപ്പോഴും പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ദേഷ്യമായിരുന്നു. എന്നോട് കാണുന്നവരോടൊക്കെ ഞാൻ പറയും. പക്ഷേ എംഗ്ലക് സാറിൻ്റെ കാര്യം വന്നപ്പോഴും ഞാനിത് പറഞ്ഞപ്പോൾ കുറേ പേരെന്നെ പുച്ഛിച്ചു. എന്നും എൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ, ഒരു ദിവസത്തെ പോലും സാക്ഷ്യങ്ങൾ, എല്ലാ ദിവസവും സാക്ഷ്യം അന്നത്തെ ദിവസം എനിക്ക് കണ്ടു തീർക്കുക എന്നൊരു വലിയൊരു ഇതായിരുന്നു. അത് കണ്ടു തീർത്തില്ല എനിക്ക് സമാധാനമാവത്തില്ല. ഞാൻ ഇരുന്ന് കാണുമ്പോൾ ഇങ്ങനെ സ്റ്റാറ്റസ് കുറേ കിടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും ഇത് എന്തോ. അപ്പം എൻ്റെ കസിൻസും എല്ലാം ഇവള് മതം മാറിയെന്നാണ് തോന്നുന്നത് എന്ന് പറയുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എന്നാലും എൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയമുണ്ട്, അവിടെ പോയി എൻ്റെ അമ്മച്ചിമാരോട് പറയുമായിരുന്നു. എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അവിടുത്തെ അമ്മച്ചിമാരുടെ അടുത്ത് ഞാൻ സാക്ഷ്യം പറയുമായിരുന്നു. അമ്മമാർക്ക് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. ആ അമ്മമാർ എനിക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻ്റെ എക്സാമിൻ്റെ ദിവസം അന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഇന്നലെ ഞാൻ അവർക്ക് കൊണ്ടുപോയി സ്വീറ്റ്സൊക്കെ കൊടുത്തു. ഞാൻ അതിൻ്റെ തലേദിവസം അമ്മയുടെ അഖണ്ഡ ജപമാലയുടെ ദാലിയുടെ ദിവസം അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കുമെന്ന്. ഞാൻ അതുപോലെ തന്നെ അവർക്ക് ഞാൻ ഫുഡ് കൊടുത്തു. പിന്നെ എനിക്കിനി ഒരാഗ്രഹം കൂടെ ഉണ്ട്. എൻ്റെ അമ്മയോട് ഞാൻ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജോലി കിട്ടിയ എല്ലാ മാസവും എൻ്റെ ഒരു സാലറിയുടെ ഒരു പങ്ക് അവിടുത്തെ അമ്മമാർക്ക് ഒരു നേരത്തെ ഫുഡിൻ്റെ പൈസയായി ഞാൻ കൊടുക്കും. അതുകൂടെ അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ നിറവേറ്റി കൊടുക്കുമെന്ന്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 8:21 ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ആതിര ബൈജു താൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ത്, എത്ര നാളായി താനിങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്ത് ഈശോയെയും അമ്മയും ഒക്കെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ ഉറച്ച സ്വരത്തിൽ ഈ മകൾ പറയുമ്പോൾ ആ മകളുടെ ആത്മാവിൻ്റെ തീഷ്ണതയാണത്. അതായത് ഇന്ന് കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നത് പോലെയാണെങ്കിൽ ഇടിവെട്ട് സാക്ഷ്യം, വെടിക്കെട്ട് സാക്ഷ്യം, ഇതൊക്കെ ഫ്രഷേഴ്സാണിന്ന് കൂടുതലും അതിന് വേണ്ടിയിട്ട് അവരാണ് ഒരുങ്ങി വന്ന് പറയുന്നത്. അവർക്ക് കിട്ടുന്ന ആ ഒരു അനുഭവം അത് അവരെ അങ്ങ് ഉയർത്തുകയാണ്. ഈ മകൾ പറഞ്ഞു, എനിക്ക് എൻ്റെ കൂടെ നീ വന്ന് എക്സാം എഴുതണം മാതാവേ, എനിക്കിതിന് യോഗ്യതയില്ല. താനൊരു ആവറേജ് സ്റ്റുഡൻ്റാണെന്നാണ് പറഞ്ഞത്. തനിക്ക് ഒത്തിരി മെറിറ്റ് ഇല്ല. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എത്ര പ്രാവശ്യമാണ് ഈ മകൾ പറഞ്ഞത്, ഇത് എൻ്റെ യോഗ്യതയല്ല, അമ്മ മാതാവിൻ്റെ കൃപയുണ്ടെങ്കിലേ എനിക്കിതൊക്കെ കിട്ടുകയുള്ളൂ. അങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നു. അമ്മയോട് പറഞ്ഞതുപോലെ തന്നെ എക്സാമിന് സംഭവിക്കുന്നുണ്ട്. അതായത് ഇത് അമ്മ എഴുതുന്ന എക്സാം ആകണം.
ഈ മകളുടെ സിസ്റ്റം ഓഫായി പോയി, ഈ മകൾക്കൊന്നും എഴുതാൻ സാധിച്ചില്ല. അവിടെ അമ്മയാണ് എഴുതിയത് എക്സാം. അതാണ് റിസൾട്ട് വരുമ്പോഴും താൻ എക്സാമൊക്കെ എങ്ങനെയാണ് എഴുതിയതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മകൾ പറയുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുക. അങ്ങനെ നീ തോക്കും, എന്നാലും നിന്നെ ഞാൻ ജയിപ്പിക്കും. ഈ സ്വരം കേൾക്കുന്നത് തന്നെ ഒരു കൃപയാണ്. സ്വരമൊക്കെ ഇങ്ങനെ വരും, അതൊരു തോന്നലായിട്ട് ആർക്ക് വേണമെങ്കിലും അതിനെ പറയാം. എന്നാൽ അത് വെറും തോന്നലല്ല, ഹൃദയത്തിൻ്റെ സംസാരമാണ്. ഹൃദയത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കുന്നതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകണമെങ്കിൽ, നമുക്ക് തന്നെ ബോധ്യമുണ്ടാകണമെങ്കിൽ നാം അതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടിയിട്ട്, കർത്താവ് വസിക്കുന്ന ഇടമായിട്ട് നാം ഒരുക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വരം ദൈവത്തിൻ്റെ സ്വരമായിട്ട് ശ്രവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ തൻ്റെ എൻഗ്ലക്സ് RN എക്സാം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്നു. തൻ്റെ ഹസ്ബൻഡിന് വിശ്വാസം വരുന്നു, അമ്മയ്ക്ക് വിശ്വാസം വരുന്നു, അമ്മയ്ക്ക് പെട്ടെന്നുണ്ടായ അപകടത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. ഒന്നിനും ഈ മകൾ ആകുലപ്പെടുന്നില്ല. അതിനു മുമ്പ് വരെയൊക്കെ ഒത്തിരിയേറെ വറീഡായിരുന്ന മകൾ പേടിച്ചരണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ എൻഗ്ലക്സ് എക്സാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അങ്ങനെ ഇരുന്ന മകളാണ് ഇന്ന് തൻ്റെ അമ്മയാണ് തന്നെ കൈപിടിച്ച് എക്സാം എഴുതിച്ചത് എന്ന് ലോകത്തോട് മുഴുവൻ പ്രഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതൊരു പ്രഘോഷണമാണ്, പ്രഖ്യാപനമാണ്, പ്രയോഗമാണ്. ഇവിടെ തനിക്ക് ജപമാല അറിയില്ല, പക്ഷേ അത് പഠിക്കുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, തൻ്റെ ജീവിതത്തിൻ്റെ 24 മണിക്കൂറിൽ കൂടുതൽ സമയവും പ്രാർത്ഥിക്കുന്നതിന് ചിലവഴിക്കുന്നു. അപ്പോൾ ദൈവത്തെ കൊണ്ട് നിറയുന്ന, ദൈവത്തിന് വേണ്ടി സമയമെടുക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ജോഷുവ 24:23 പറയുന്നത് പോലെ, നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തരും. അതാണ് പിന്നീട് സംഭവിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.